പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? യേശുവാണ് ക്രിസ്തു. കർത്താവ് ദൈവം തന്നെയാണെന്ന് പുൽക്കൂട്ടിൽ പിറന്നു വീണ ഈ ശിശു ദൈവം തന്നെയാണെന്ന് ഏറ്റുപറയാത്തവൻ കള്ളം പറയുന്നവനാണെന്ന് പറയണേ. കർത്താവ് വേറൊരിടത്ത് പറയുന്ന വചനം ഓർക്കണം, പിശാച് നുണയനും നുണയന്മാരുടെ പിതാവുമാണ്. ഈ പറഞ്ഞതുപോലെ കർത്താവിനെ ദൈവമായിട്ട് ഏറ്റുപറയാത്ത അത് നിഷേധിക്കുന്ന ഓരോരുത്തരും ഈ സാത്താൻ്റെ ഭാഗത്ത് നിൽക്കും. പിശാച് നുണയനും നുണയന്മാരുടെ പിതാവുമാണ്. അവൻ്റെ മക്കളായിട്ട് ഇങ്ങനെ ജീവിച്ചു തുടങ്ങും. ഇന്ന് നമ്മൾ 2 മഹാവിശുദ്ധന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. സെയിൻറ്റ് ബേസിൽ, വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ്, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രിഗറി നാസിയാൻസൻ. ഈ വിജ്ഞാനം മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന 2 വിശുദ്ധന്മാരാണ്. ദൈവം ശരിക്കും ഈ ക്രിസ്തു ദൈവമാണെന്ന്, ഈ ഈശോ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈ കുഞ്ഞ് സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്ന ദൈവമാണെന്ന്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള എഴുത്തുകളും ഇങ്ങനെ പ്രസംഗങ്ങളുമൊക്കെ നടത്തിയിരുന്ന 2 വിശുദ്ധന്മാർ. ഈ വിശുദ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സഭ ഇത്രമാത്രം റിച്ച് ആവില്ലായിരുന്നു. നമ്മുടെ സഭാ പഠനങ്ങൾ നമ്മളുടെ ഹൃദയം നിറയ്ക്കുന്ന വിധത്തിൽ ഇത്രയ്ക്ക് ശക്തിയുള്ളതാവുന്നതും സൗന്ദര്യമുള്ളതാവുന്നതിൻ്റെയൊക്കെ കാരണം ഇതുപോലുള്ള മഹാവിശുദ്ധന്മാരുടെ ധ്യാന മനനങ്ങളിൽ നിന്നുള്ള പഠനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ കൊണ്ടിട്ടാണ്. അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈശോ ദൈവമാണ്, ഈശോ ദൈവമാണ്, ഈശോ ദൈവമാണ്, ഈശോ ദൈവമാണ്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിനെ നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല. അത് നിഷേധിക്കുന്നവർ കള്ളം പറയുന്നു. അതുകൊണ്ട് അവൻ ദൈവമാണെന്നുള്ളത് ഇങ്ങനെ നിരന്തരം ഏറ്റുപറയാനായിട്ട് മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന വിശുദ്ധരാണിത്. ഇത് തന്നെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ അവരോട് പറയുന്നുണ്ട്, ഇതാ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽക്കുന്നുണ്ട്, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യര് ആർക്ക് വേണ്ടി കാത്തിരുന്നോ അവനിങ്ങനെ വന്ന് അവരുടെ കൂടെ ജനിച്ചിട്ട്, അവരുടെ കൂടെ വളർന്നിട്ട്, അവരുടെ കൂടെ ജീവിച്ചിട്ട് അവർക്ക് ആ രക്ഷകനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരന്വേഷിച്ച് നടക്കുന്നത് സ്നാപക യോഹന്നാനാണോ ക്രിസ്തു എന്നുള്ളത്. കുറച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കുന്നവനൊക്കെ ഇങ്ങനെ അവരെ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറയും, വന്ന ആളുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഞാനൊരു നിസ്സാരക്കാരനാണെന്നേ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ പവർഫുള്ളാണെന്ന്. എന്നാൽ എന്നേക്കാൾ ശക്തിയുള്ളവൻ, എനിക്ക് ശക്തി നൽകുന്നവൻ ആ പിന്നാലെ വരുന്നുണ്ട്. അവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന നിമിഷങ്ങളിലാണ് ഈ വിശുദ്ധന്മാർ വിശുദ്ധിയുടെയും വിജ്ഞാനത്തിൻ്റെയും വെൺവെളിച്ചവുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന അവരുടെ പഠനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ഉള്ളു നിറയ്ക്കുന്നത്. തമ്പുരാനെ, അവിടുന്ന് ദൈവമാണെന്ന് ഒന്ന് ഏറ്റുപറയാനും തക്ക വിധത്തിലുള്ള ബോധ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ, ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും, ഒരു സംശയവും കൂടാതെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊക്കെ തോമസ് ലീഹ ഇങ്ങനെ വിളിച്ചു പറയണത് അവനെ ആഴത്തിൽ കണ്ടതുകൊണ്ടാണ്. തിരുമുറിവുകൾ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയണത്, സാത്താൻ വേഷം മാറി നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ക്രിസ്തുവിനെ കണക്കൊക്കെ ചിലപ്പോൾ അവൻ വേഷം മാറി വരും. അങ്ങനെ വേഷം മാറി വരുമ്പോൾ അവനോട് പറയണം, നിന്റെ തിരുമുറിവ് കാണിച്ച. ആ സമയം അവൻ വാലും ചുരുട്ടി നിലവിളിച്ച് ഓടിപ്പോകും. കാരണം അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ള തിരിച്ചറിയലിൻ്റെ അടയാളമാണ്. ആ മുറിവ് കണ്ടിട്ട് തോമസ് ലീഹ വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് വിശുദ്ധന്മാർ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ഈശോയെ മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും അതിലപ്പുറത്തായിട്ട് അനുഭവിക്കാനും നമുക്ക് കിട്ടിയിരിക്കണേ. എന്നിട്ടും നമ്മൾ അവനെ അറിയാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് പ്രയാസം. ഈ വിശുദ്ധന്മാരോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ വർഷം ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ.
ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള തെളിച്ചം നൽകുന്ന വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇവർ വഴിയായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞങ്ങളുടെ ഉള്ളിൽ ഈശോയെ തിരിച്ചറിയാൻ, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ സ്വർഗീയ പ്രകാശത്താലും ജ്ഞാനത്താലും നിറയാൻ അനുഗ്രഹം നൽകണമേ. കർത്താവിനെ അവിടുത്തെ ദൈവമായി തിരിച്ചറിയാനായിട്ടുള്ള കൃപ തരണമേ. ഞാൻ തന്നെയെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് കർത്താവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു വാണിംഗ്. അത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. നിങ്ങൾ മരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നൊക്കെ ഈശോ പറയണം. അവനായിട്ട് തിരിച്ചറിയാത്തത് പാപമാണ്. കർത്താവെ, അങ്ങനെ ഒരു പാപത്തിലേക്ക് ഞങ്ങൾ നിബന്ധിക്കാതിരിക്കട്ടെ. അങ്ങയെ തിരിച്ചറിയാനായിട്ടുള്ള വലിയ വെളിച്ചവും ജ്ഞാനത്തിൻ്റെ പ്രകാശവും കൊണ്ട് ഞങ്ങളെ ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥം വഴി നിറയ്ക്കണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടി എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ പ്രാർത്ഥന, സ്വർഗത്തിന്റെ വലിയ വരത്തിന് വേണ്ടിയിട്ട്, ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുൽക്കൂട്ടിൽ കിടക്കുന്ന ക്രിസ്തു ഇങ്ങനെ ദൈവമായി എൻ്റെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നു. സ്വർഗത്തിൻ്റെ സകല പ്രാഭവങ്ങളോടും കൂടെ അവനിതാ സിംഹാസനത്തിൽ എൻ്റെ രാജാവായി ഇങ്ങനെ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നതായി ഞാൻ കാണുന്നു, അനുഭവിക്കുന്നു. കർത്താവെ, സ്വപ്നമാണിത്, ആഗ്രഹമാണിത്, ഞങ്ങളുടെ വലിയ പ്രാർത്ഥനയാണിത്. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.